അപ്പോൾ ഞാനിന്നിവിടെ പറയാൻ പോകുന്ന ഒരു വിഷയം കൗമാരക്കാരുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. കൗമാരക്കാരുടെ ഒരു ഏജിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്, അവർ എങ്ങനെയാണത് നേരിടേണ്ടതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കൗമാരം എന്ന് പറഞ്ഞാൽ കുട്ടികൾ, അതായത് കുട്ടിയായിരിക്കുന്ന ചൈൽഡായിരിക്കുന്നത് മുതൽ അത് കഴിയുന്നത് മുതൽ ഈ നമ്മൾ അഡൽട്ടിലോട്ട് പോകുന്ന ഒരു വഴിയാണ് ശരിക്കും പറഞ്ഞാൽ അഡോളസൻസ്, അതായത് കൗമാരം. അപ്പം ശരിക്കും പറഞ്ഞാൽ ടീനേജ് എന്ന് പറയും. അപ്പം WHO അഭിപ്രായത്തിൽ, WHO ഡെഫിനിഷൻ അനുസരിച്ച് അഡോളസൻസ് എന്ന് പറഞ്ഞാൽ 10 years ഓൺവേർഡ്സ് ടു 19 years, 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയാണ് കൗമാരപ്രായം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു എൻട്രൻസ് ടു അഡൽട്ട്ഹുഡ് എന്നാണ്. കാരണം അഡൽട്ട്ഹുഡിലോട്ട് പോകുന്ന ഒരു എൻട്രൻസ് ആണ്. കാരണം അത് ഇച്ചിരി സ്ട്രഗിൾസ് നിറഞ്ഞതാണ് അഡോളസൻസ് എന്നുള്ളത്. അതിന് കാരണം പ്രധാനമായിട്ട് ആ കുട്ടിത്വത്തിൽ നിന്ന് അഡൽട്ടിലോട്ട് പോകുന്ന ഇടയ്ക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. ഹോർമോണിൽ പല വ്യതിയാനങ്ങൾ സംഭവിക്കുന്നതനുസരിച്ച് ഒരു സഡൻ ആയിട്ടുള്ള ഒരു നമ്മുടെ ബിഹേവിയറൽ ചേഞ്ച് വരുന്നതിനാണ് ഇതിനെ ഒരു പ്രശ്നമുള്ള, അതായത് ഒരു പ്രോബ്ലമാറ്റിക് ഏജ് പീരീഡായിട്ട് പറയുന്നത്. വളരെയധികം ചലഞ്ചസ്, വെല്ലുവിളികൾ ഫേസ് ചെയ്യുന്ന ഒരു പീരീഡാണ്. അപ്പം അതിൽ കൗമാരപ്രായത്തിൽ കുറേ, കാരണം പലതരത്തിലുള്ള ഒരു ചേഞ്ചസ് വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ ചേഞ്ചസാണ് പ്രധാനമായിട്ടും രക്ഷകർത്താക്കളും കുട്ടികളും ഒരേ തരത്തിൽ ഫേസ് ചെയ്യുന്നതാണ്. അതിൽ വരുന്നതാണ് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ ആദ്യമായിട്ടുള്ളത്. കാരണം ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത് പെട്ടെന്നുള്ള ശബ്ദത്തിനുള്ള ഒരു ചേഞ്ച്. ആൺകുട്ടികളിൽ ശബ്ദം മാറുന്നു, പെൺകുട്ടികളുടെ ശബ്ദം സോഫ്റ്റ് ആകുന്നു. ആൺകുട്ടികളുടെ ശരീരം ഹാർഡാകുന്നു, പെൺകുട്ടികളുടെ ശരീരം സോഫ്റ്റ് ആകുന്നു. അപ്പം അങ്ങനെ പിന്നെ അതല്ലാതെ പ്യൂബിക് ഹെയർ ഉണ്ടാകുന്നു. പിന്നെ ആൺകുട്ടികളുടെ മുഖത്ത് ചെറിയ തരത്തിലുള്ള രോമങ്ങൾ, താടി, മീശയൊക്കെ വരുന്നു. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ ചില കുട്ടികളിൽ ഒരു സെൽഫ് കോംപ്ലക്സ്, അതായത് ഒരു നെഗറ്റീവ് സെൽഫ് കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. കാരണം നാണക്കേട് ഉണ്ടാകാറുണ്ട്. പെൺകുട്ടികളിൽ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ്, ശരീരത്തിൽ ആ ഒരു ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അവരിൽ ഇപ്പോൾ അമ്മമാർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. കാരണം ഒരു കൂനലുണ്ടാകും, ഒരു ഷൈനെസ് ഉണ്ടാകും. അപ്പം ഈ ഒരു ശരീരത്തിലുള്ള ഈ മാറ്റം ചില കുട്ടികളിൽ പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇറിറ്റബിലിറ്റി അതൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം അത് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അപ്പോൾ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഇത് നാച്ചുറൽ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ചില കുട്ടികളിൽ സ്കൂളിൽ പോകുമ്പോൾ അവിടെ വെച്ച് അവർ കമ്പാരിസൺ ചെയ്യും. എന്നാൽ ചിലർക്ക് അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കാറില്ല, ചിലർക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പോൾ അതിലവർക്ക് ഒരു കോംപ്ലക്സും ഡെവലപ്പ് ചെയ്യാറുണ്ട്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ചില കുട്ടികളുണ്ടാകാറുണ്ട്. അപ്പം ഈ ബോഡി ഇമേജ് ഇഷ്യൂസ് ഉണ്ടാകുന്നത് ഈ ശാരീരികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് വന്നതിന് ശേഷമാണ്. അതെങ്ങനെ ഓവർകം ചെയ്യണമെന്ന് വെച്ചാൽ, ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ പെട്ടെന്ന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക, നല്ല ഹൈജീനിക്കാകുക, ഫിസിക്കൽ ഹൈജീനിക്കും മെൻ്റൽ ഹൈജീനും ആവുക, നല്ല രീതിയിലുള്ള ചിന്തകൾ ഉണ്ടാക്കിയെടുക്കുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, ശാരീരികമായിട്ട് നല്ല എക്സർസൈസ് ചെയ്യുക. രണ്ടാമതായിട്ട് പറയുന്നത് വൈകാരികമായിട്ടുള്ള മാറ്റങ്ങൾ, ഇമോഷണൽ, പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം, അത് തലച്ചോറിലുണ്ടാകുന്ന ഗണ്യമായിട്ടുള്ള ഒരു ചേഞ്ചസ് പലതരത്തിലുള്ള ഇമോഷണൽ ആസ്പെക്ട്സിനെ ബിഹേവിയറിന്, ഇമോഷൻസിനെ, വികാരത്തിനെ അത് അഫക്റ്റ് ചെയ്യും. പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് ഉത്കണ്ഠ ഉണ്ടാകുക, എടുത്തു ചാടി എന്തും പറയുക, എന്തും പ്രവർത്തിക്കുക, അങ്ങനെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ കൂടുതലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കൗമാരക്കാരായ കുട്ടികളോട് സംസാരിക്കുമ്പം അവർ പറയുന്നതാണ് ദേഷ്യം, ആങ്കർ ഇഷ്യൂസ് അവർ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആങ്കർ ഇഷ്യൂസ്. അപ്പോൾ ദേഷ്യമുണ്ടാകുമ്പോൾ സ്കൂളിലുള്ള അധ്യാപകരും ശരി തന്നെ, കൂട്ടുകാരും ശരി തന്നെ, പരസ്പരം ആ ഒരേ ഏജിലുള്ള കുട്ടികൾ തമ്മിലുണ്ടാകുമ്പോൾ അവർക്കത് റെഗുലേറ്റ് ചെയ്യാൻ അറിയാൻ പാടില്ല. അപ്പോൾ രക്ഷകർത്താക്കൾ ശരിക്കും പറയുമ്പോൾ ഈ ഈ ദേഷ്യം ഉണ്ടാകുമ്പോൾ നമ്മളത് നന്നായിട്ട് മാനേജ് ചെയ്യണം. അപ്പം നിങ്ങളുടെ കൗമാരക്കാർ സ്വയം ചെയ്യേണ്ട, ദേഷ്യം ഉണ്ടാകുന്ന സമയത്ത് ദേഷ്യം ഉണ്ടാകുന്നു എന്നുള്ള തോന്നൽ നമുക്ക് തോന്നി തുടങ്ങുമ്പോൾ തന്നെ അവിടുന്ന് പതുക്കെ എണീറ്റ് മാറി ആ പ്ലേസിൽ നിന്ന് പതുക്കെ നമ്മുടെ പോവുക, കുറച്ചല്പം വെള്ളം കുടിക്കുക, വേറെ കൗണ്ട് ഡൗൺ 100ൽ നിന്ന് 1 കൗണ്ട് ചെയ്യുക, സ്വയമേവ നമ്മൾ റെഗുലേറ്റ് ചെയ്യണം നമ്മളെ ആങ്കർ.
അപ്പം അതേപോലെ തന്നെ ഈ ആങ്കർ കൂടി വരുമ്പോഴാണ് നമുക്ക് ആങ്സൈറ്റി വരുന്നത്. പിന്നെ പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാവും. കാരണം സൊമാറ്റിക് കംപ്ലയിൻറ്റ്സ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം. കാരണം ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ഇറ്റ് ഈസ് കോമൺ. കാരണം നമ്മുടെ ആ ഒരു ഏജ് മാറുന്നതിൻ്റെ ഹോർമോണൽ ചേഞ്ച് കൊണ്ടാണ് ഉണ്ടാകുന്നത്. പിന്നെ പെട്ടെന്ന് സങ്കടം വരും. എന്ത് കാര്യം പറഞ്ഞാലും വളരെയധികം പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് സന്തോഷം വരിക, പെട്ടെന്നങ്ങ് അവോയ്ഡ് ചെയ്യുക, അങ്ങനെ ആ ഒരു ദേഷ്യം എക്സ്പ്രസ് ചെയ്യുക, ഇതെല്ലാം കോമൺ ആണ്. പക്ഷേ അത് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. പിന്നെ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആങ്കറൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളൊരു ആരോഗ്യ വിദഗ്ധനെ കാണുന്നു. ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഉണ്ടാവും. ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ സജഷൻസ് ചോദിക്കാൻ, നിങ്ങൾ കാണുന്ന ഏതെങ്കിലും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് അത് പോയി സംസാരിക്കുക. കാരണം എന്നിട്ട് ഇത് സ്വയം മാറാൻ വേണ്ടി പല ആക്ടിവിറ്റീസിലും നമ്മൾ ഇൻവോൾവ് ചെയ്യുക. പടം വരയ്ക്കുക, പാട്ട് പാടുക, പിന്നെ ഡാൻസ്, പെൺകുട്ടികൾ ഡാൻസ് അറിയാമെങ്കിൽ ഡാൻസ് കളിക്കാൻ പറയുക, സ്പോർട്സിലോട്ടൊക്കെ പതുക്കെ നമ്മുടെ ആക്ടിവിറ്റീസിനെ ഡൈവേർട്ട് ചെയ്ത് വിടുക. അടുത്ത് വരുന്നതാണ് പെരുമാറ്റത്തിലുള്ള മാറ്റം, ബിഹേവിയറിലുള്ള ചേഞ്ചസ്. മിക്ക രക്ഷകർത്താക്കളും പറയാറുണ്ട്, അവൻ്റെ സ്വഭാവം, അവൻ്റെ പെരുമാറ്റം നേരെ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നില്ല, എന്തോ ഒരു വൈകല്യം കാണുന്നുണ്ട്. അങ്ങനെ വൈകല്യം നോട്ട് ചെയ്താൽ നമ്മൾ ശരിക്കും അതിനനുസരിച്ചിട്ടുള്ള റെമഡീസും കൊടുക്കണം, പറഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കണം. കാരണം ഈ മാറ്റങ്ങൾ, പെരുമാറ്റത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം മറ്റുള്ളവരോട് തട്ടിക്കയറി സംസാരിക്കുക, പിന്നെ ആ ഒരു ചേഞ്ചസ്, വേഷവിധാനത്തിലുണ്ടാകുന്ന വ്യത്യാസം, പിന്നെ വേറെ കാരണം ദിനചര്യയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ നമ്മുടെ ബിഹേവിയറിനെ, പെരുമാറ്റത്തിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. അതിൽ പാരൻസ് അവരോട് ആ സമയത്ത് കൂടുതലായിട്ട് നിങ്ങൾ രക്ഷകർത്താക്കളോട് സംസാരിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ തുറന്ന് ആരോടെങ്കിലും, സ്കൂളിലെ ടീച്ചറാണെങ്കിലും നമുക്കുണ്ടാകുന്ന ആ ഒരു ബിഹേവിയറൽ ഇഷ്യൂസിനെ തുറന്ന് പറഞ്ഞത് സംസാരിക്കാൻ നോക്കണം. കാരണം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പീരീഡാണ് ഈ പീരീഡ്. അതുകൊണ്ടാണ് ബിഹേവിയറിൽ വ്യത്യാസം, ഒരു അറ്റൻഷൻ സീക്കിംഗ് പീരീഡാണ്. മറ്റുള്ളവരിൽ നിന്നുള്ള ആകർഷിപ്പിക്കുക മറ്റുള്ളവരെ. അപ്പോൾ അത് നടക്കുന്നതാണ്. കാരണം ഈ സമയത്താണ് എല്ലാം പരീക്ഷിച്ച് നോക്കും, എന്തും, എസ്പെഷ്യലി റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം മുടി ചോപ്പിക്കുക, മുടി നീട്ടി വളർത്തുക, എന്ത് പറഞ്ഞാലും നമ്മൾ പറയുന്നതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്യാൻ നോക്കുക, അനുസരണ ഇല്ലാതാവുക. കാരണം അത് പറഞ്ഞാൽ ഒരു നാണക്കേട് പോലെ തോന്നുക. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട്, പക്ഷേ ഇതെല്ലാം നമ്മുടെ ആ ഒരു ഏജിൽ വരുന്നതാണെന്ന് മനസ്സിലാക്കി സ്വയം കുറച്ച് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കൗമാരക്കാർ ഫേസ് ചെയ്യുന്ന ഒരു ഇതാണ് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷണലായിട്ടുള്ള ചലഞ്ചസ്, വിദ്യാഭ്യാസമായിട്ടുള്ള വെല്ലുവിളികൾ. അതിനകത്ത് വരുന്നത് കാരണം ഈ ഒരു സൗന്ദര്യത്തിനോടുള്ള ആസക്തി, ഓപ്പോസിറ്റ് സെക്സിനോടുള്ള താല്പര്യം, ഇങ്ങനെയല്ല. കാരണം ആ ഒരുപാട് വികാരങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു പീരീഡാണ്. അക്കാഡമിക്കും കൂടെ പീക്കായിട്ട് വരുന്ന സമയം. കാരണം 8, 9, 10 ആയിരിക്കാം, 11th 12th അങ്ങനെയൊക്കെ വരുമ്പം ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേഷൻ്റെ വളരെ പീക്കായിട്ടുള്ള ഭയങ്കര ടെറിബിളായിട്ടുള്ള ഒരു പീരീഡാണ്. ആ സമയത്ത് അക്കാഡമിക് പ്രഷർ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. ആ അക്കാഡമിക് പ്രഷർ കാരണം പലതരത്തിലോട്ടും ഡൈവേർഷൻ ഉണ്ടാകാറുണ്ട്. അപ്പം അത് ഓവർകം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്തതിന് ശേഷം, അക്കാഡമിക് പഠിത്തമാണ് ജീവിതത്തിലുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. നമുക്ക് നാളൊരു കാലത്ത് നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എഡ്യൂക്കേഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് മനസ്സിലാക്കിയിട്ട് എഡ്യൂക്കേഷന് കൂടുതൽ പ്രാധാന്യം കൊണ്ടുവരണം. സ്വയമേവ മാറാൻ നോക്കണം. തന്നെ ഇവാലുവേറ്റ് ചെയ്തിട്ട് തന്നെത്താനെ മാറാൻ നോക്കണം. അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു ഹെൽപ്പ് ആവശ്യപ്പെടണം. അല്ലെങ്കിൽ വീട്ടിൽ പോയി പാരൻസിൻ്റെ അടുത്തും ഡിസ്കസ് ചെയ്ത് നോക്കണം, പറഞ്ഞു നോക്കണം. അങ്ങനെ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ നോക്കണം.